ഏത് വർഷത്തിലാണ് സോളാറിലേക്ക് വന്നത്? സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു ചലഞ്ച് ഉണ്ടായിരുന്നത്? ആക്ച്വലി ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 96-ലാണ്. ഓക്കെ. അന്ന് സോളാറൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു തരത്തിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. സോളാർ പാനലിനൊക്കെ വലിയ കോസ്റ്റ് ഉണ്ടായിരുന്ന കാലത്ത്. അന്ന് 96-ൽ സോളാർ ഉണ്ട്. അതൊക്കെ അന്നൊക്കെ വല്ല 10 വാട്ട് പാനൽ 20 വാട്ട് പാനലുകളൊക്കെ വെച്ചുകൊണ്ട് ചെറിയ എല്ലാ ലൈറ്റിംഗ് സിസ്റ്റംസ് അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ചെയ്തിരുന്നുള്ളൂ. അതായത് ഇതുപോലുള്ള പവർ പ്ലാന്റുകളൊന്നും അന്ന് ആലോചിച്ചിട്ട് പോലും ഇല്ല ആ കാലത്തൊക്കെ. അന്നൊക്കെ ഇൻവെർട്ടർ UPS അത്തരം കാര്യങ്ങളിൽ കൂടെയാണ് ഞങ്ങൾ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. 2010 മുതലാണ് ശരിക്കും ഒരു സോളാറിൻ്റെ ഒരു ട്രെൻഡ് ഓൾ വേൾഡും അതുപോലെ തന്നെ കേരളത്തിലേക്കൊക്കെ കൂടുതൽ വന്നു തുടങ്ങി. അതിനു മുമ്പൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സോളാർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അവിടെ തന്നെ ഇപ്പോൾ നോക്കിയാൽ അറിയാലോ, സാറ്റലൈറ്റുകൾ മുഴുവൻ വർക്ക് ചെയ്യുന്നത് സോളാറിലാണ്. അപ്പോൾ സോളാർ സക്സസ് ആയൊരു പ്രോജക്റ്റാണ്. പക്ഷേ സോളാർ പാനലിൻ്റെ കോസ്റ്റ് കൊണ്ട് അത് സാധാരണ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ് ആയിരുന്നില്ല. ഞങ്ങൾ 2010 തൊട്ട് സോളാറിലേക്ക് കടന്നിരുന്നു. അപ്പോൾ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഓഫ് ഗ്രിഡ് പ്ലാന്റുകളിൽ കൂടെയൊക്കെയാണ് സോളാറിലേക്ക് വരുന്നത്. പിന്നീട് ഓൺ ഗ്രിഡ് വന്നപ്പോഴും ആദ്യമൊക്കെ സബ്സിഡി കുറവായിരുന്നു. പക്ഷെ പ്രീമിയം കസ്റ്റമേഴ്സാണ്, ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സുകാരൊന്നും അതിലേക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ എന്ന് പറയുന്നത് ഏത് സാധാരണക്കാരനും, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്ന ഒരാൾക്ക് പവർ പ്ലാന്റ് വെച്ചാൽ ലാഭകരം എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അതായത് ഫസ്റ്റത്തെ ഒരു ചലഞ്ച് ഉണ്ടെങ്കിലും ഇപ്പം അത് കുറച്ചും കൂടെ എളുപ്പമായല്ലേ? കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഞങ്ങളെപ്പോലെ വളരെ നേരത്തെ ഫീൽഡിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഒരു സോളാർ ഇൻഡസ്ട്രിയിലേക്ക് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് മാർക്കറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുറെ എളുപ്പമാണ്. ഇപ്പൊ വരുന്ന ഒരു എന്റർപ്രണറെ സംബന്ധിച്ച് വേറെ ചലഞ്ചസ് ഒന്നും ഇല്ലാതെ തന്നെ സോളാർ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റും, സോളാർ ബിസിനസ്സിലേക്ക് വരാൻ പറ്റും.